الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു നിഅമത്താണ് അവന്റെ ദീൻ അത് പഠിക്കാൻ വേണ്ടി മാറിയിരിക്കാൻ സാധിക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. മതവിജ്ഞാനം, ദീനീപരമായ അറിവ് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ്. അഥവാ അവന് നിർബന്ധമായ കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അതിന്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ നോമ്പ്, അതൊരുവന് നിർബന്ധമായ കാര്യമാണ്. അതിന്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളതും ഒരുവന് മേൽ നിർബന്ധമായ കാര്യമാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ മാറിയിരിക്കാൻ സാധിക്കുക എന്നുള്ളത് റബ്ബിന്റെ വലിയ തൗഫീഖാണ്. നമ്മൾ കാണുന്നുണ്ട് പല ആളുകളും അവർ ദീനി സദസ്സിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല. മറിച്ച് ഒരു ദിവസം അള്ളാഹുവിന്റെ ദീൻ പഠിക്കാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരാണോ അറിവന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിൽ പ്രവേശിക്കുന്നത്, അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള അവന്റെ വഴി എന്താണ്? അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. അതിനാൽ തന്നെ ഒരു ദിവസം പോലും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഒരായത്താണെങ്കിൽ ഒരായത്ത്, ഒരു ഹദീസ് ആണെങ്കിൽ ഒരു ഹദീസ്, അത് പഠിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വെള്ളിയാഴ്ച ആകേണ്ടതിനെ കാത്തു നിൽക്കേണ്ടതില്ല. ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, അവരെന്ത് ചെയ്യണം? ദിവസവും ദീൻ പഠിക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ഭക്ഷണവും പാനീയവും കുടിക്കുന്നത് പോലെ ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഭക്ഷണവും പാനീയത്തിനേക്കാളും നിർബന്ധമായ കാര്യം അല്ലെങ്കിൽ അനിവാര്യമായ കാര്യമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. കാരണം ഭക്ഷണം ഒരു ദിവസം 3-2 സമയം മതി. എന്നാൽ ദീൻ എന്നുള്ളത് അവന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകേണ്ടതാണ്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അള്ളാഹു എന്നോട് കൽപ്പിച്ച കാര്യമാണോ, അതല്ല വിലക്കിയ കാര്യമാണോ, ഇതറിയാൻ അള്ളാഹുവിന്റെ ദീൻ പഠിച്ചിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരാൾ പോലും പിറകോട്ട് പോകാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാവണ്ണം പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച അൽ ഉർജൂസത്തുൽ മീഇയ്യഹ് ഫീ സിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യഹ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എടുക്കാനുള്ള ഭാഗം നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യുന്നതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبعد موت زينب المقدمة وبعده نكاح أم سلمة وبنت جحش ثم بدر الموعد. جزاكم الله خيرا. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് വബഅദ മൗതി സൈനബ് അൽ മുഖദ്ദമ എന്താണ്? സൈനബ് റളിയല്ലാഹു അൻഹയുടെ മരണത്തെക്കുറിച്ചാണ് പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ഹിജ്റ 3-ാം വർഷം അവസാനത്തിലായിരുന്നു സൈനബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യുന്നത്. സൈനബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യുന്നത്. എന്താണ് ഇവരുടെ യഥാർത്ഥ പേര്? സൈനബ് ബിൻത് ഖുസൈമ അൽ ഹിലാലിയ. സൈനബ് ബിൻത് ഖുസൈമ അൽ ഹിലാലിയ എന്നാണ് ഇവരുടെ പേര്. ഇവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആർക്കും അറിയുന്നത്? ഇവിടെ അറിയപ്പെടുന്നത് ഉമ്മുൽ മസാക്കീൻ. എന്താണ്? ഉമ്മുൽ മസാക്കീൻ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 3-ാം വർഷത്തിൽ അവരെ വിവാഹം ചെയ്തുവെങ്കിലും
ഹിജ്റ 4-ാം വർഷത്തിൽ തന്നെ അവർ മരണപ്പെട്ടു. ഹിജ്റ 4-ാം വർഷത്തിൽ തന്നെ അവർ മരണപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറച്ച് സമയം മാത്രമേ അവർ ജീവിച്ചിട്ടുള്ളൂ. സൈനബ് ബിൻത് ഖുസൈമ. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇസാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം, വലം തൽബസ് ഇൻദഹു ഇല്ലാ ഷഹറൈനി ഔ സലാസൻ വമാതത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 2-3 മാസം മാത്രമേ ആര് ജീവിച്ചിട്ടുള്ളൂ? സൈനബ് റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുള്ളൂ. പിന്നീട് അവരെന്ത് ചെയ്തു? മരണപ്പെട്ടു. 2-3 മാസം മാത്രം. അതിനുശേഷം ഇതാണ് ഷേഖ് സൈനബ് ബിൻത് ഖുസൈമയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിനുശേഷം ഷേഖ് പറഞ്ഞത് വബഅദഹു നിക്കാഹു ഉമ്മി സലമ വബിൻത് ജഹ്ഷ്. ഈ 2 കാര്യമാണ് പറയുന്നത്. അഥവാ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് വിവാഹം ചെയ്തത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ. എന്താണ് ഉമ്മു സലമയുടെ യഥാർത്ഥ പേര്? എത്ര പേർക്കറിയാം? ഉമ്മു സലമ. പലർക്കും ഉമ്മു സലമ എന്ന് മാത്രമേ അറിയൂ. ഉമ്മു സലമ എന്നുള്ള എന്താണ്? പേരാണോ? കുനിയത്താണല്ലേ? ഉമ്മു സലമത അല്ലേ? ഉമ്മു സലമ. എന്താ അവരുടെ യഥാർത്ഥ പേര് അറിയോ? ഹിന്ദ് ബിൻത് അബി ഉമയ്യ അൽ മഖ്സൂമിയ. ഹിന്ദുൻ എന്നാണ് അല്ലെ? ഹിന്ദുൻ. അവരുടെ യഥാർത്ഥ പേര് അതാണ്. അഥവാ ഉമ്മു സലമയുടെ യഥാർത്ഥ പേര് ഹിന്ദ് ബിൻത് അബി ഉമയ്യ റളിയല്ലാഹു അൻഹ. ഖുറൈശകളിൽപ്പെട്ട നല്ല സ്ഥാനമുള്ള ഒരു സ്ത്രീയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരന്റെ ആദ്യ ഭാര്യയാണ് ഉമ്മു സലമ. ആരാണ് സഹോദരൻ? അബൂ സലമ. അബൂ സലമയാണ് അവരുടെ ഭർത്താവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് ആദ്യം നടത്തിയ ദഅവത്തിൽ തന്നെ ഇവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരിൽ പെട്ടയാളായിരുന്നു ഉമ്മു സലമയും അതുപോലെ തന്നെ അബൂ സലമയും. ഇവർക്കുണ്ടായ കുട്ടിയുടെ പേരാണ് സലമ. ഇവർക്ക് ഇരുവർക്കും ഉണ്ടായ കുട്ടിയുടെ പേരാണ് സലമ. അബിഷയിലേക്ക് ഇവർ ഹിജ്റ ചെയ്യുകയും പിന്നീട് മക്കയിലേക്ക് വന്നിട്ട് മദീനയിലേക്കും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിജ്റ ചെയ്തിട്ടുണ്ട്. അഥവാ ഉമ്മു സലമയും അബി സലമയും. മദീനയിലേക്കുള്ള ഹിജ്റയിൽ ധാരാളം പ്രയാസങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മക്കൾ പോലും മരണപ്പെട്ടിട്ടുണ്ട് ഹിജ്റയുടെ സമയത്ത്. റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന കിതാബിലൊക്കെ കാണാൻ സാധിക്കും. റഹീഖുൽ മഖ്തൂം. അഥവാ ഇവർ ഹിജ്റക്ക് പോകുന്ന വേളയിൽ ഇവർ ഇരുവരും അഥവാ ഇവരുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഇവരുടെ കുട്ടിയെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പരസ്പരം തർക്കിക്കുകയും അതിനുശേഷം കുട്ടിയുടെ കൈഭാഗം ഒരു വിഭാഗവും കാൽഭാഗം ഒരു വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന വേളയിൽ കുട്ടി അറ്റുപോയി എന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എന്നിട്ട് പോലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവർക്കതൊരു തടസ്സമായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അവർക്ക് പാലിക്കുന്നതിലായിരുന്നു ഏറ്റവും വലിയ ആനന്ദം കണ്ടെത്തിയിരുന്നത്. അങ്ങനെ സഹോദരങ്ങളെ, ഇവരുടെ മറ്റൊരു മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യവതിയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. വളരെ സൗന്ദര്യവതിയായിരുന്നു. അതുപോലെ തന്നെ വളരെ അറിയപ്പെട്ട കുടുംബത്തിലാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിറന്നത്. അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് മരണപ്പെട്ടതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നത്. മദീനയിൽ വെച്ച് അബൂ സലമ മരണപ്പെട്ടു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിവാഹം ചെയ്തു. ഇവർക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കെ ഒരു ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സഹാബിയുടെ രൂപത്തിൽ വരാറുണ്ട്. ഏതാണ് സഹാബി? അഹ്സൻ, അല്ലാഹുമ്മ ബാരിക്. ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന വളരെ സുന്ദരനായ ഒരു സഹാബിയുണ്ട്. ആ സഹാബിയുടെ രൂപത്തിലാണ് ആര് വരാറുള്ളത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഈ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനി വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബിയുടെ രൂപത്തിൽ ഇവരുടെ അടുക്കലേക്ക് വന്നു. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇത് ഇവർക്കുള്ള ഒരു ശ്രേഷ്ഠതയാണ്. കാരണം
ഒരു മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ഇവർ കാണുകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? അതിനുശേഷം ഷേഖ് പറഞ്ഞ കാര്യമാണ് വബിൻതു ജഹ്ഷിൻ. വബിൻതു ജഹ്ഷിൻ അഥവാ സൈനബ് ബിൻത് ജഹ്ഷ് എന്നാണ് ഇവരുടെ പേര്, സൈനബ് ബിൻത് ജഹ്ഷ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുണ്ട്? 2 സൈനബ് എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. ആദ്യം നമ്മൾ ആരെയാണ് പറഞ്ഞത്? സൈനബ് ബിൻത് ഖുസൈമ. ഇപ്പൊ പറയുന്നത് ആരാണ്? സൈനബ് ബിൻത് ജഹ്ഷ്. 2 പേരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരിയുടെ മകളാണ് ആര്? സൈനബ് ബിൻത് ജഹ്ഷ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരി. അറബിയിൽ എന്താ പറയാ? ഉപ്പയുടെ സഹോദരിക്ക് എന്താ പറയാ? അഹ്സൻത്, അമ്മത്ത്. അമ്മത്ത്. ഉപ്പയുടെ സഹോദരിയുടെ മകളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ഏതു വർഷത്തിലാണ് ഇവരുടെ വിവാഹം ചെയ്തത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നാണ് ചില ആളുകൾ. ഷേഖ് പറഞ്ഞതുപോലെ ഷേഖ് ഇതിൽ പറയുന്നത് 4-ാം വർഷത്തിലാണ്, ഹിജ്റ 4-ാം വർഷത്തിലാണ് എന്നാണ് ഷേഖിന്റെ അഭിപ്രായം. മറ്റു ചില ആളുകൾ അതല്ല, ഹിജ്റ 3-ാം വർഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞതായി കാണാം. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സ്വാഭാവികമായ ഒരു കാര്യം പറയാം. സലഫുകളിൽ ചില ആളുകൾ ഇതുപോലെ ഇരുട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഖബറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ്. ഖബറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ്. അഥവാ ആലോചിച്ച് നോക്കാം, നമുക്കിപ്പോ ഒരു ഭയമില്ലാത്ത എന്തുകൊണ്ടാ? ചുറ്റും ധാരാളം ആളുകളുണ്ട് എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കി, ഇപ്പോഴുണ്ടായ ഇരുട്ടിന്റെ ആ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ആർക്കും പരസ്പരം നോക്കാൻ സാധിക്കുന്നില്ല. സലഫുകൾ അവർ ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഖബറിനെ പറ്റി എന്ത് ചെയ്യാറുണ്ട്? ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ്. അവിടെ വെളിച്ചമായി നമുക്കൊരു കാര്യം മാത്രമേ ഉണ്ടാവൂ. ഏതാണത്? നമ്മുടെ അമലുകൾ. റബ്ബ് സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സെയ്ദ് ബിൻ ഹാരിസക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ആരെ വിവാഹം ചെയ്തു കൊടുത്തു? സൈനബ് ബിൻത് ജഹ്ഷ്. സെയ്ദ് ഇബ്നു ഹാരിസ. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ സഹാബിയാണ് ആര്? ഈ പറഞ്ഞ സെയ്ദ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഏതാനും വർഷങ്ങൾ ഇവർ ഒരുമിച്ച് ജീവിക്കുകയും പിന്നീട് സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇവരെ വിവാഹമോചനം നടത്തി. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇവരെ വിവാഹം ചെയ്തു. ആദ്യം വിവാഹം ചെയ്തത് ആരാണ്? സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇവർ വിവാഹമോചനം നടത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇവരെ വിവാഹം ചെയ്തു. ഇതിൽ നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ എന്ത് തെളിവുണ്ട്? കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാം എന്നതിന് തെളിവാണ്. കാരണം റസൂലിന്റെ ഉപ്പയുടെ സഹോദരിയുടെ മകളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെന്ത് ചെയ്യാണ്? വിവാഹം ചെയ്യാണ്. നമ്മൾ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചപ്പോൾ ഈ വിഷയം വിശദീകരിച്ചു പറഞ്ഞിരുന്നു. ശർഈയായി ഒരു കുഴപ്പവും അതിൽ ഇല്ല എന്നുള്ളത്. മറ്റു ഭാര്യമാരെ അപേക്ഷിച്ച് ഇവരെ വ്യത്യസ്തമാക്കുന്ന കാര്യം എന്തെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ വിവാഹം ചെയ്യാനുള്ള കാരണം ആര് പറഞ്ഞിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത് ഇവരെ വിവാഹം ചെയ്യണമെന്നുള്ളത്. അല്ലാഹുവാണ് ഇവരെ വിവാഹം ചെയ്യാൻ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, കാനത് സൈനബ് ബിൻത് ജഹ്ഷ് തഫ്ഖറു അലാ അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് ബിൻത് ജഹ്ഷ് എന്ത് ചെയ്യാറുണ്ട്? മറ്റു ഭാര്യകളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയാറുണ്ട് എന്നുള്ളതാണ്. എന്താണ് അവർ പറയാറുള്ളത്? സൗവജുകുന്ന അഹാലികുൻ, നിങ്ങളെയൊക്കെ വിവാഹം ചെയ്തു കൊടുത്തത് അഥവാ റസൂലിന് വിവാഹം ചെയ്തു കൊടുത്തത് ആരൊക്കെയാണ്? നിങ്ങളുടെ വീട്ടുകാരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തത് ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹയോ? ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ വസവ്വജനില്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്, പക്ഷേ എന്നെ വിവാഹം ചെയ്തു തന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്ത് നിന്ന്
കൽപ്പിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്തത്, എന്റെ നിക്കാഹ് നടന്നത് എന്ന് അവർ എന്ത് ചെയ്യാറുണ്ട്, അഭിമാനത്തോടെ പറയാറുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല 7ാം ആകാശത്താണ് ഉള്ളത് എന്നത് ഇതിൽ വ്യക്തമായ തെളിവുണ്ട്. കാരണം എന്താണ് പറഞ്ഞത്? മിൻ ഫൗഖി സബ്ഇ സമാവാത്, 7ാം ആകാശത്ത് നിന്ന് അള്ളാഹു വിവാഹം ചെയ്തു തന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആലോചിച്ച് നോക്ക്, ഇതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? അർശിന് മുകളിലാണ്. എന്താണ് തെളിവ്? അറിയില്ല? ആർക്കും അറിയില്ല? അള്ളാഹു അർശിന് മുകളിലാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ ആണുള്ളത് എന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടുന്ന് 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഐന അല്ലാഹ് വമൻ അന, അള്ളാഹു എവിടെയാണ്, ഞാൻ ആരാണ്? അവരെന്ത് ചെയ്തു? കൈ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അല്ലാഹു ഫിസ്സമാ. പിന്നെന്താണ് പറഞ്ഞത്? അൻത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അവരെ മോചിപ്പിക്കുക. ഫഇന്നഹ മുഅ്മിന, അവരെന്താണ്? മുഅ്മിനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ത് ചെയ്തത്? അവർക്ക് ഷഹാദത്ത് അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചത്, അവർ മുഅ്മിനാണ് എന്നുള്ളത്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് അശഅരി മദ്ഹബ് അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. അത് വളരെ അപകടം പിടിച്ച വാദമാണ്. നമ്മൾ ചെറുതായി കാണാനുള്ളതല്ല. എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 7ാം ആകാശത്തിന് മുകളിലാണ്, അർശിന് മുകളിലാണ്. പക്ഷെ അവന്റെ അറിവ് അതെല്ലായിടത്തുമുണ്ട്. ഇതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ഇത് ഏത് വിഷയത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഈമാൻ അതുണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അഥവാ അള്ളാഹു ആകാശത്തിന് മുകളിൽ, അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ രൂപം നമുക്ക് ആർക്കും അറിയില്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് വന്നുകൊണ്ട് ഒരാൾ ചോദിക്കാണ്, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ ആരോഹിതനായിരിക്കുന്നു എന്ന് പറയുന്നു. കൈഫ ഇസ്തവ, എങ്ങനെയാണ് അതിന്റെ രൂപം എന്നൊരാൾ വന്ന് ചോദിക്കാണ്. ഇതാണ് അഹ്ലു സുന്നയുടെ ഒരു കായികയായി, ഒരു അടിസ്ഥാന തത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏത് വിഷയത്തിലും അവർ പറയുകയാണ് എന്ത്? ഇമാം മാലിക്കിന്റെ വാക്കാണ്, ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുകയാണ് അൽ ഇസ്തിവാഉ മഅലൂം, അള്ളാഹു ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. കാരണം ആരാണ് നമുക്കത് അറിയിച്ചു തന്നത്? അള്ളാഹു തന്നെ. വൽ കൈഫു മജ്ഹൂൽ, അതെങ്ങനെയെന്നുള്ളതോ നമുക്കറിയില്ല. അതിന്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അൽ ഈമാനു ബിഹി വൽ ഈമാനു ബിഹി വാജിബുൻ, അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതെങ്ങനെ, ഏത് രൂപത്തിൽ എന്ന് ചോദിക്കുക എന്താണ്? ബിദ്അത്താണ്. എന്താണ് ബിദ്അത്താണെന്ന് പറയാനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഇത് പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് ആരെങ്കിലും ചോദിച്ചോ എങ്ങനെയാണ് അതിന്റെ രൂപം, എങ്ങനെയാണ് അള്ളാഹു ഇസ്തിവാ ചെയ്യുന്നത് എന്ന് സഹാബിമാർ ചോദിച്ചോ? ഇല്ല. അള്ളാഹു ഇസ്തിവാ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇസ്തിവാ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ രൂപമോ അല്ലാഹു ആലം, അതെന്ത് നമുക്കറിയില്ല. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ കൈയുണ്ട്, അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാഖ്യാനിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് കുദറത്താണ്, അള്ളാഹിന്റെ ശക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജന മര്യാദകൾ വരെ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അഥവാ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്, അതല്ലെങ്കിൽ ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് പഠിപ്പിച്ചു കൊടുക്കാത്തത്? ഇമാം നാസിർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം മൻഹജുൽ ഹഖ് എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞതായി കാണാം, ലൈസ യുതീഖുൽ അഖ്ലു കുൻഹ സിഫാതിഹി, ഒരിക്കലും നമ്മുടെ അഖ്ലിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അള്ളാഹുവിന്റെ സിഫാത്തുകൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മോടുള്ള റഹ്മത്ത് കൊണ്ട് പറഞ്ഞതാണെന്ത്, അല്ലെങ്കിൽ പറഞ്ഞു തരാത്തതാണ്. നമ്മുടെ അഖ്ലിന് അത് ചിന്തിക്കാൻ പറ്റില്ല. എന്നിട്ട് ശേഷം ഷെയ്ഖ് പറയണം, ഫസല്ലിം ലിമാ ഖാല റസൂലു മുഹമ്മദു, നിങ്ങൾ എന്ത് ചെയ്യണം? തസ്ലീം ചെയ്യണം, കീഴൊതുങ്ങണം. എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കീഴൊതുങ്ങണം. അതെങ്ങനെ, ഏത് രൂപത്തിലാണ് എന്നുള്ളത് നമ്മളോട് ചിന്തിക്കാനോ
അത് ആലോചിച്ചു കൂട്ടാനോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് പറഞ്ഞാൽ കൈയുണ്ട്, അതെങ്ങനെയാണ് അല്ലാഹു ആലം, അതിന്റെ രൂപം എങ്ങനെയാണ് അല്ലാഹു ആലം എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അഹ്ലു സുന്നയുടെ വിശ്വാസം അത് നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളും അതുപോലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് ഈ രൂപത്തിലുള്ള ബാത്തിൽ ആയ വിശ്വാസങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തുകൂടി ഒരു വീഡിയോ കാണാനിടയുണ്ടായി. എന്താണ്, മുൻഗാമികളൊക്കെ അശ്അരി മദ്ഹബായിരുന്നു എന്നുള്ളത്. എന്താണ് അശ്അരി മദ്ഹബ് എന്ന് പറഞ്ഞാൽ? വളരെ പിഴച്ച മദ്ഹബാണത്. അവർ പറയുന്നത് മുൻഗാമികളൊക്കെ ആ ഒരു വിശ്വാസക്കാരാണ് എന്നുള്ളത്. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ പലതും നിഷേധിക്കുന്ന അതുപോലുള്ള വിശ്വാസങ്ങളാണ് മുൻഗാമികൾക്ക് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അഖീദ അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇവർക്കുള്ള മറ്റൊരു ശ്രേഷ്ഠത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്റാഉകുന്ന ലിഹാകൻ ബി അത്വലുകുന്ന യദാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി എന്നോട് വന്നു ചേരുക, അഥവാ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി മരണപ്പെടുക ആരാണ്? അസ്റാഉകുന്ന അത്വലുകുന്ന യദാ, നിങ്ങളുടെ കൂട്ടത്തിൽ നീണ്ട കൈയുള്ളയാൾ ആണ്. എന്താണ് നീണ്ട കൈ എന്നുകൊണ്ട് ഉദ്ദേശം? സ്വതക്ക നൽകുക, ധാരാളം സ്വതക്ക നൽകുന്നയാൾ, അവരായിരിക്കും എന്റെ ഭാര്യമാരിൽ ഞാൻ മരിച്ചതിന് ശേഷം ഒന്നാമതായി മരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പൊതുവെ അറബികൾ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്, അത്വലുൽ യദ് അല്ലെങ്കിൽ തൂലുൽ യദ്, അഥവാ സ്വതക്ക ചെയ്യാൻ നന്നായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ റസൂൽ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ധാരാളമായി സ്വതക്ക ആരാണോ കൊടുക്കുന്നത് അവരാണ് ഞാൻ മരിച്ചതിന് തൊട്ടുടനെ മരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അവിടുന്ന് പറയുകയാണ്, കാനത് അത്വലുനാ യദൻ സൈനബ്, നമ്മുടെ കൂട്ടത്തിൽ നന്നായി സ്വതക്ക ചെയ്യാറുള്ളത് ആരാണ്? സൈനബ് റളിയല്ലാഹു അൻഹയാണ്. ലിഅന്നഹാ തഅമലു ബിയദിഹാ ഫതസദ്ദഖ്, അവർ സമ്പാദിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്യാറുണ്ട്? സ്വതക്കയായി നൽകാറുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സ്ത്രീകളും എന്ത് ചെയ്യണം? സ്വതക്ക നൽകാൻ അതിയായി പരിശ്രമിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവരെന്ത് ചെയ്യാറുണ്ട്? സ്വതക്ക നൽകാറുണ്ട് എന്നത് ഈ ഹദീസിൽ നിന്നും അല്ലെങ്കിൽ ഈ അസറിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്, റസൂലിന്റെ മുഅ്ജിസത്താണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം ആദ്യമായി മരണപ്പെടുന്നത് ആരാണ്? സൈനബ് റളിയല്ലാഹു അൻഹയാണ്. അഥവാ ഖദീജ റളിയല്ലാഹു അൻഹ ഉള്ള സമയത്ത് വേറെ ആരെയും വിവാഹം ചെയ്തിട്ടില്ല. അവർ മരിച്ചതിന് ശേഷമാണ് മറ്റുള്ള ഭാര്യമാരെ വിവാഹം ചെയ്യുന്നത്. അവരുടെ കൂട്ടത്തിൽ ഒന്നാമതായി മരണപ്പെടുന്നത് ആരാണ്? സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ് സുമ്മ ബദറുൽ മൗഇദി, പിന്നീട് എന്താണുള്ളത്? ബദറുൽ മൗഇദ് ഉണ്ടായി എന്നുള്ളതാണ്. എന്താണ് ബദറുൽ മൗഇദിന്റെ അർത്ഥം? വാഗ്ദാനം ചെയ്യപ്പെട്ട ബദർ എന്നുള്ളതാണ്. അർത്ഥം മാത്രം പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബദറിലേക്ക് ചേർത്തുകൊണ്ട് 3 യുദ്ധങ്ങളാണുള്ളത്. അതിൽ 2 നമ്മൾ പറഞ്ഞില്ലേ അല്ലെ? ഒന്നാമത്തേതാ? ബദറു അസ്സുഗറ, ചെറിയ ബദർ യുദ്ധം, അല്ലെങ്കിൽ ബദറുൽ ഊല എന്നും പറയും. ബദറു സുഗറ അതല്ലെങ്കിൽ ബദറുൽ ഊല. രണ്ടാമത്തേത് അതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണ്? ബദറുൽ കുബ്ര അല്ലെ? നമ്മളെല്ലാവരും അല്ലെങ്കിൽ പരിചിതമായ ബദർ യുദ്ധം, റമദാനിൽ നടന്ന ബദർ യുദ്ധം എല്ലാവർക്കും അറിയുന്നതാണ്. മൂന്നാമത്തേത് ഏതാണ്? ബദറുൽ മൗഇദ്, ഇവിടെ പറയാൻ പോകുന്നത് ബദറുൽ മൗഇദ്. എന്താണ് സഹോദരങ്ങളെ ബദറുൽ മൗഇദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? വാഗ്ദാനം ചെയ്യപ്പെട്ട ബദർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാം കാഫിരീങ്ങൾക്ക് നേരിയ രൂപ പറഞ്ഞു വന്നത് സഹോദരങ്ങൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, നമുക്കറിയാം ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു പരാജയമുണ്ടായി, കാഫിരീങ്ങൾക്ക് ചെറിയ രൂപത്തിലുള്ള ഒരു വിജയമുണ്ടായിരുന്നു. അങ്ങനെ ഉഹദ് കഴിഞ്ഞു പോകുമ്പോൾ അബൂ സുഫിയാൻ മുസ്ലിമീങ്ങളെ നോക്കി പറഞ്ഞിരുന്നു, ഇതേ ദിവസം നമുക്കിനി ബദറിൽ വെച്ച് കാണാം, ഇതേ ദിവസം നമുക്കിനി ബദറിൽ വെച്ച് കാണാമെന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ സമയത്ത്
മുശ്രിക്കീങ്ങളുടെ കൂടെയാണെങ്കിലും അദ്ദേഹം അവസാനം മുസ്ലിമായിട്ടാണ് മരണപ്പെടുന്നത് റളിയല്ലാഹു അൻഹു. പറയാനുള്ള കാരണം പല യുദ്ധത്തിലും അതിന്റെ നേതൃസ്ഥാനം വഹിച്ചത് ആരാണ്? അബൂ സുഫിയാനാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകാൻ പാടില്ല, ആ ഒരു വെറുപ്പ് വരാൻ പാടില്ല. കാരണം അൽ ഇസ്ലാം യഹ്ദിമു മാ ഖബ്ല, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ മുൻപ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്താകും? പൊളിഞ്ഞു പോകും. വയുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകൾ പോലും എന്താക്കും? നന്മകളാക്കി മാറ്റും. പറഞ്ഞു വന്നത് അദ്ദേഹം എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു, അല്ലെങ്കിൽ ഈ രൂപത്തിൽ സംസാരിച്ചു. അടുത്ത വർഷം ഇതേ സമയം നമുക്ക് ബദറിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം അത് ആലോചിക്കുകയും പിന്നീട് ഇതേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1500 സഹാബിമാരെയും കൂട്ടി എങ്ങോട്ടേക്ക് പോയി? ബദറിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ മദീനയുടെ താൽക്കാലിക ഉത്തരവാദിത്തം അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ? നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. മുഅ്ത യുദ്ധത്തിൽ മൂന്നാമതായി അമീറായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ. വളരെ ചെറുപ്പക്കാരനായ സഹാബിയായിരുന്നു. 30 ചില്ലാനം വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് മരണപ്പെടുന്ന സമയത്ത്. അങ്ങനെ അദ്ദേഹത്തെ മദീനയുടെ താൽക്കാലിക ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പോയി. സംഭവം അറിഞ്ഞ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു 2000-ഓളം ആളുകളെയും കൂട്ടി മക്കയിൽ നിന്ന് എന്ത് ചെയ്തു? പുറപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുഫാറുകളുടെ കയ്യിൽ വളരെയധികം ആയുധങ്ങളും അതുപോലെ തന്നെ ദുനിയാവിപരമായി നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ നേരെ മറിച്ച് മുസ്ലിമീങ്ങളുടെ കയ്യിൽ എന്താണ് അവരുടെ വിലപിടിപ്പുള്ളത്? ഈമാൻ മാത്രമാണ്. ഈമാൻ അത് മാത്രമാണ്. അവർ ഒരു പ്രയാസം വരുമ്പോൾ അവരെല്ലാവരും കൈ ഉയർത്തുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ വിചാരിക്കാത്ത രൂപത്തിൽ സഹായിക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണോ അള്ളാഹുവിനെ യഥാവണ്ണം സൂക്ഷിക്കുന്നത് അള്ളാഹു അവർക്കൊരു പോംവഴി കാണിച്ചു കൊടുക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ സഹോദരങ്ങളെ, അവർ ഏകദേശം മർറു ദഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെയുള്ള ആളുകളോട് പറയാണ്, ഞാനിപ്പോൾ കരുതുന്നത് യുദ്ധമൊന്നും വേണ്ട എന്നുള്ളതാണ്. അവരോട് പറയാണ്, കൂടെയുള്ള ആളുകളോട്, യുദ്ധത്തിന്റെ ആവശ്യമില്ല, അത് ചെയ്യണ്ട എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഞാൻ എന്തായാലും എന്ത് ചെയ്യാണ്? മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ വരണമെങ്കിൽ വരാം. ഞാനെന്ത് ചെയ്യുന്നില്ല? യുദ്ധത്തിന് ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ യുദ്ധം ചെയ്തോളൂ എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? തിരിച്ചു പോവുകയാണ്. അവർ തിരിച്ചുപോയി. അങ്ങനെ സഹോദരങ്ങളെ, റസൂലും സഹാബത്തും എന്ത് ചെയ്തു? ബദറിലെത്തിയപ്പോൾ അവിടെ 8 ദിവസത്തോളം തങ്ങിയിട്ടാണ് മദീനയിലേക്ക് മടങ്ങുന്നത്. കാഫിരീങ്ങൾ അവരുടെ വാക്ക് എന്ത് ചെയ്തു? ലംഘിച്ചു. അവർ വലിയ വർത്താനം പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആലോചിക്കുകയും പറഞ്ഞ അതേ ദിവസം ഇത്രയും സഹാബിമാരെയും കൂട്ടി വരികയാണ്. റസൂലിന്റെ ആ ഒരു സത്യസന്ധതയാണത്. നിങ്ങളെ നമുക്ക് അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞപ്പോൾ റസൂൽ എന്ത് ചെയ്യാണ്? അത് ആലോചിച്ച് ആ വാക്ക് പാലിച്ചു. പക്ഷെ കാഫിരീങ്ങൾ നമുക്കറിയാം, ഈ കാലഘട്ടത്തിലായാലും ഏത് കാലഘട്ടത്തിലായാലും വാക്ക് പാലിക്കുന്നതിൽ അവരെന്താണ്? വളരെ പരാജയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആ വാക്ക് പാലിച്ച് എന്ത് ചെയ്യാണ്? അവിടെ 8ഓളം ദിവസം തങ്ങുകയും പിന്നീട് മദീനയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരു സംഭവം മുസ്ലിമീങ്ങൾക്ക് വലിയൊരു ഇസ്സത്തുള്ള കാര്യമായി മാറി. കാരണം എന്താണ്? അവർ പറഞ്ഞതുപോലെ ധൈര്യത്തോടുകൂടി ആ ബദറിലേക്ക് വന്നു. ഒരിക്കലും മുസ്ലിമീങ്ങൾ എന്തായിരുന്നില്ല? ഭീരുക്കളായിരുന്നില്ല. ഏത് ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ് എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ വളരെ ധൈര്യശാലികളായിരുന്നു. പല ആളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ അവസാനം ജീവിച്ചു മരിച്ച, അല്ലെങ്കിൽ ഏത് സഹാബിമാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളരെ ധൈര്യശാലികളായിരുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ എത്രയോ സഹാബിമാർ വളരെ ധൈര്യശാലികളായിരുന്നു. അവരെ പറ്റി പറയപ്പെട്ടതായി കാണാം, സഹാബിമാരെ പറ്റി പറയപ്പെട്ടതായി കാണാം. അവരെന്താണ്? പകലുകളിൽ എന്താണ്? സിംഹങ്ങളാണ്. അവർ പകലുകളിൽ സിംഹങ്ങളാണ്, എന്നാൽ രാത്രികളിലോ പൂച്ചക്കുട്ടിയെ പോലെയാണ്. റബ്ബിന് മുന്നിൽ അവരെന്ത് ചെയ്യാണ്? ഇബാദത്തിലും കണ്ണീരോടുകൂടി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് അവരുടെ ആവശ്യകതകളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒതുങ്ങിക്കൂടുകയാണ്. കണ്ടു കഴിഞ്ഞാൽ
പല ആളുകളും അവരെ കണ്ടപ്പോൾ പറയാണ്, ഇവരെയാണോ നമ്മൾ രാവിലെ കണ്ടത്, ആ ശൗര്യമുള്ള അല്ലെങ്കിൽ ധൈര്യശാലികൾ, രാത്രി നോക്കൂ വളരെ പേടിച്ചുകൊണ്ട് കരയുകയാണ് എന്ന രൂപത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം ശൈത്താൻ വരെ പേടിച്ചു പോകുമെന്നാണ്. പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു ആയത്ത് പാരായണം ചെയ്യപ്പെട്ടാൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, മാസങ്ങളോളം രോഗിയാവുകയാണ്. അള്ളാഹുവിന്റെ ദീനീ വിഷയങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, വഖാഫാണ്. അള്ളാഹു എന്താ പറഞ്ഞോ, റസൂൽ എന്ത് പറഞ്ഞോ, പിന്നീട് മറുത്തൊന്നും ചിന്തിക്കാനില്ല. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും 8ഓളം ദിവസം അവിടെ നിന്നുകൊണ്ട് പിന്നീട് മദീനയിലേക്ക് പോയി. ഈ ഒരു സംഭവം കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായി, വളരെ നിന്ദത ഉണ്ടാക്കി അവർക്ക്. കാരണം ഇത്രയും വലിയ വെല്ലുവിളികൾ നടത്തി ബദറിലേക്ക് വന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, യുദ്ധം നടത്തിയില്ല, അവര് തന്നെ പിന്തിരിഞ്ഞു പോയി. അങ്ങനെ സഹോദരങ്ങളെ തിരിച്ചു മക്കയിലേക്ക് എത്തിയപ്പോൾ അവരുടെ ജനങ്ങൾ തന്നെ, മക്കയിലെ കുഫാറുകൾ തന്നെ എന്ത് ചെയ്യാണ്, പരിഹസിക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് വലിയ യുദ്ധം ഉദ്ദേശിച്ചു പോയി, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യാണ്, തിരിച്ചു വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ല എന്ന രൂപത്തിൽ മക്കയിലെ കുഫാറുകൾ തന്നെ അവരെന്ത് ചെയ്തു, പ്രയാസപ്പെടുത്തി. ഇതാണ് സഹോദരങ്ങളെ ബദറുൽ മൗഇദ് എന്ന് പറയുന്ന സംഭവം. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. വല്ല തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وهذا والله تعالى أعلى وأعلم وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.